അള്ളാഹു കൽപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, സർവ്വ സ്വഹാബത്തും ചെയ്തു, സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ നിങ്ങൾ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ അള്ളാഹു കൽപ്പിച്ചു, റസൂല് ചെയ്തു, സ്വഹാബത്ത് ചെയ്തു, സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അറിയണം, അതാ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അത് ചെയ്തവരാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ. എങ്ങനെ? 4 മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളും അതാ റസൂലുള്ളാഹിനോട് വിളിച്ചു തേടിയവരാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പ്രത്യേകം എടുത്തുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. കേട്ടോളൂ ആ ഭാഗം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞിട്ടില്ലേ മൗലവി? ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. കേട്ടില്ലേ? എത്ര ശുദ്ധമായ കളവാ പൊട്ടിച്ചത്! കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത്. വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ഇപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആയുധത്തിൻ്റെതാ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അവസാനം ഒരു മാത്രമാണ്. ആരും ഒഴിവില്ല, ആരും ഒഴിവാകാൻ പാടില്ല. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചവരും റസൂലുള്ളാഹിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ്. പറ സ്വഹാബത്തിനെ മുഴുവൻ എണ്ണ്. സ്വഹാബത്ത് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയൂ. പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ, അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽ-ഇസ്നാദു മിനദ്ദീൻ. സനദ് ഉദ്ധരിച്ചു പറയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സ്വഹാബിമാരില്ലേ, ഓരോ സ്വഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ. മൗലവി അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ. മൗലവി വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്നിട്ട് നമ്മൾ ചോദിച്ചു ഉണ്ടെങ്കിൽ തെളിവുദ്ധരിക്കൂ. ആ 4 ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ, സനദോടെ ഉദ്ധരിക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മാത്രമല്ല ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇസ്തിഗാസ നടത്തുന്നത് അവിടെ നിൽക്കട്ടെ. ഇമാം അബൂ ഹനീഫ റഹിമത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസ നടത്തുന്നത് പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അബൂ ഹനീഫ ഇമാം ഇസ്തിഗാസ നടത്തുന്നത് പോയിട്ട് മഹാനവറുകൾ അതാ ഹക്ക് കൊണ്ടുള്ള തേട്ടം പോലും വെറുത്തയാളാണ് എന്ന് കിതാബിലെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അന്നേ കൃത്യമായി തന്നെ ചോദിച്ചിട്ട് കിതാബിലില്ലേ, ഈ പറഞ്ഞത് കിതാബിലില്ലേ എന്നും ആവർത്തിച്ച് ചോദിച്ചതാണ്. അതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. CD ഇറങ്ങുമ്പോൾ ആ ചോദ്യവും അതിന്റെ ഉത്തരവും നിങ്ങൾക്കതിൽ കാണാം. ഒന്നാമത്തെ ഇമാമായി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് നേരിട്ട് സഹായം തേടുന്നതിന് അവിടെ നിൽക്കട്ടെ. അത് അല്ലാത്ത അതിന്റെയൊക്കെ നിസ്സാരമായിട്ട് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? അസ്അലുക ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക.
ഇന്നയാളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഔ ബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മശ്അരിൽ ഹറാം വനഹവി ദാലിക, അങ്ങനെ ബൈത്തുൽ ഹറാമിന്റെയോ മശ്അറുൽ ഹറാമിന്റെയോ ഹക്ക് കൊണ്ട് എന്നൊന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു. ഇത് ലൈസ ലിഅഹദിൻ അലല്ലാഹി ഹഖുൻ, കാരണം ഒരാളോടും അല്ലാഹ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല. കണ്ടോ, ഇത് കിതാബിലില്ലേ? ഈ ഉദ്ധരണി കിതാബിൽ ഉണ്ടോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പോലും ബിഹഖിൻ നബി അല്ലെങ്കിൽ ബിഹഖി അംബിയായിക വറുസുലിക എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഖോജമാരുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടല്ലേ അവര് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത്? ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഉദ്ധരണി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലെന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. മാത്രമല്ല അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മദ്ഹബിലെ ഇബ്നുൽ ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ആയിരുന്നു നിങ്ങൾ തെളിവിന് കൊണ്ടുവന്നത്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിലെ ഇബ്നുൽ ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ആയിരുന്നു നിങ്ങൾ തെളിവിന് കൊണ്ടുവന്നത്. ആ തെളിവിന് കൊണ്ടുവന്ന അതേ ആയുധത്തെടുത്തുകൊണ്ട് നിങ്ങളോടൊരു തിരിച്ചടി നടത്തിയിട്ടുണ്ട്. ആ തിരിച്ചടിക്ക് നിങ്ങൾ മറുപടി തന്നിട്ടില്ലല്ലോ. എന്തായിരുന്നു ആ തിരിച്ചടി എന്നും അതിന് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന കാര്യം അതാ ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾ കൊണ്ടുവന്ന അതേ കിതാബ് കൊണ്ടാ തിരിച്ചടിച്ചത്. എന്താണ് തിരിച്ചടിച്ചത് എന്ന് എന്റെ ശ്രോതാക്കളൊന്ന് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി കേൾപ്പിക്കുന്നു. ആ കിതാബിൽ തന്നെ പറയുന്നുണ്ട്, പേരോട് മനസ്സിലാക്കിക്കോ. അതാ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് ചെന്ന് നിന്നിട്ട് ഈ ആയത്തോദനം പോലും ഏതായത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ചൊല്ലണം. എന്നിട്ട് പിന്നെ എന്ത് പറയണം? സ്വല്ലല്ലാഹു അലൈക വസല്ലമ യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് ഒരു തവണയല്ല 70 മറ, 70 തവണ വിളിക്കണം. അങ്ങനെ വിളിച്ചാലോ നാദാഹു മലക്കുൻ, ഒരു മലക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നതാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈക യാ ഫുലാൻ, ഓ ഇന്നാലിന്നവനെ അല്ലാഹു അങ്ങേക്കും രക്ഷ നൽകട്ടെ എന്ന് വിളിച്ചു പറയും. അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്ങ പോയിട്ടേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മുസ്ലിമേ? നിങ്ങൾ എന്താ അവിടെ പ്രസംഗിച്ചത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്കാണ് സ്നേഹമല്ലേ? ഹബീബിനോട് നിങ്ങൾക്കാണ് പിരിശമല്ലേ? ഞങ്ങൾ ഹബീബിനെ കുതിര കയറുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ പൂച്ചിക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ സാധാരണക്കാരനാക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിനെ അവഹേളിക്കുന്നവരാണല്ലേ? ഞങ്ങൾ ഹബീബിന്റെ ആ അത്ഭുതകരമായ കാര്യങ്ങളെ നിഷേധിക്കുന്നവരാണല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? എങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആയുധത്തിന്റെ കോലമാ പറയുന്നത്. നിങ്ങൾ ഉദ്ധരിച്ച ആയുധമാകുന്ന ആ കിതാബ് കൊണ്ടാ തിരിച്ചടിക്കുന്നത്. അതേ കിതാബിൽ നിങ്ങൾ വായിച്ചതിന്റെ ചുവടെ അതല്ലെങ്കിൽ മുകളിൽ നിന്നാണെന്ന് കൂട്ടിക്കോ, ഇനി മേലെ താഴെ എന്നുള്ള തർക്കം വേണ്ട. ആ കിതാബിൽ നിന്നാ വായിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് 70 വട്ടം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മുസ്ലിമേ 70 തവണ പോയിട്ട് 1 തവണയെങ്കിലും 1 തവണ പോയിട്ട് 1 തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹിനെ യാ മുഹമ്മദ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബത്ത് വിളിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ വിളിക്കാൻ ചില അദബുണ്ട്. അവിടുത്തെ ജീവിതകാലത്ത് വരെ യാ മുഹമ്മദ് എന്ന് വിളിച്ചവരെ അതാ ഒരു മര്യാദയുമില്ലാതെ ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ, ബുദ്ധിയില്ലാത്തവരാണ്. എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദേ,
റസൂലുള്ളാഹിന്റെ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് ചില അറാബികൾ വിളിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വാ മുഹമ്മദ്. ആക്ഷേപിച്ചില്ലേ ഖുർആൻ? അല്ല പോലും ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, യാ നബി അല്ലാഹ്. മുസ്ലിമീങ്ങളെ, അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാബാ കിറാം പോലും യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കിതാബിൽ നിങ്ങൾക്ക് ആധികാരികമാണെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ, പരമ്പര കൊണ്ട് നിങ്ങൾ തെളിയിച്ചേ പറ്റൂ. ആര് പറഞ്ഞു ഇത്? റസൂലുള്ളാഹിനെ 70 വട്ടം ഖബറിന്റെ സമീപത്ത് പോയിരുന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കണമെന്നോ മുസ്ലിമിന് സാധ്യമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ഹബീബിനെ വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നല്ലാതെ ഏറ്റവും അടുപ്പമുള്ള സിദ്ദീഖുൽ അക്ബർ പോലും മകളുടെ പുതിയാപ്പളയല്ലേ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ പുതിയാപ്പളയല്ലേ വിളിച്ചിട്ടില്ല കേട്ടോ. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. അതാ മുസ്ലിമിന്റെ സംസ്കാരം. ഇത് നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോട് സ്നേഹം, എന്നിട്ടോ ഖബറിങ്ങ പോയിട്ട് സ്വഹാബത്ത് മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലത്ത് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്തത് ഖബറിങ്ങ പോയിട്ട് 70 തവണ വിളിക്കണമല്ലേ? കൊണ്ടുപോയി തട്ടൂ നിങ്ങളുടെ രേഖ. ആയുധത്തിന്റെ കോലമാ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഉണ്ടയില്ല തോക്കിന്റെ അതേ തോക്കുമായിട്ടാ തിരിച്ചടിക്കുന്നത്. മറുപടി പറഞ്ഞോളണം. കണ്ടോ, ശ്രദ്ധിച്ചില്ലേ? മറുപടി പറഞ്ഞിട്ടില്ല. അടുത്ത പ്രസംഗത്തിലെങ്കിലും പറ. കഴിഞ്ഞ പ്രസംഗത്തിൽ വായ തുറന്നിട്ടില്ല ഇതിനെ സംബന്ധിച്ച്. തീർന്നില്ല. പിന്നെ നിങ്ങള് മഹാന്മാര് ഇമാമിങ്ങള് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടി എന്നതിന് തെളിവായി ഉദ്ധരിച്ച അടുത്ത കിതാബ് അൽ മദ്ഖലായിരുന്നു. ആ അൽ മദ്ഖലിലൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടി തന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെപ്പറ്റി മിണ്ടുന്നില്ല. പറഞ്ഞോളണം മറുപടി. ഇമാം മാലിക്കി മദ്ഹബിലെ മദ്ഖലിലുണ്ട് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണം. മാലിക്കി ഇമാമിന്റെ മദ്ഹബായ മദ്ഖലിൽ മാലിക്കി ഇമാമിന്റെ ഒരു ഉദ്ധരണി ഇവർക്ക് കിട്ടിയില്ല, ഇല്ലല്ലോ. അപ്പൊ ചാടി കുറെ കഴിഞ്ഞിട്ട് ഇബ്നു ഹാജിന്റെ അൽ മദ്ഖൽ നിങ്ങൾ കൊണ്ടുവന്ന ആയുധം കൊണ്ട് തിരിച്ചു ചോദിക്കട്ടെ. ആ മദ്ഖലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ആ പറഞ്ഞ ആശയങ്ങളൊന്നും ഇസ്ലാമിൽ നിങ്ങൾ തന്നെ പറഞ്ഞ മാനദണ്ഡമായ അൽ ഇസ്നാദു മിനദ്ദീൻ കൊണ്ട് അതിൽ പറഞ്ഞ വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ടതല്ല കേട്ടോ. അതിനാൽ ഞങ്ങളത് തള്ളുന്നു. ചോദിക്കട്ടെ, അങ്ങനെ തള്ളുക? ഇമാം ഇബ്നുൽ ഹാജ് അൽ മദ്ഖലിൽ നുണ എഴുതിയതാണോ, കുഫർ പ്രചരിപ്പിച്ചതാണോ, ശിർക്ക് പ്രചരിപ്പിച്ചതാണോ എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആധികാരികമായി നിരത്തിയ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലി എന്ന കിതാബിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ? ആ കിതാബിൽ തന്നെ പറയുന്നത് ഖബറിൽ ഖുർആനോത്ത് ബിദ്അത്താണെന്നാണ്. നിങ്ങൾ സ്വീകരിക്കുമോ? ഖബറും പുറത്ത് ഖുർആനോതുന്ന ബിദ്അത്താണ്. മരിച്ചത് വിളിച്ചു പറയൽ ബിദ്അത്താണ്. നിയ്യത്ത് ഉറക്കെ പറയൽ ബിദ്അത്താണ്. പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നടത്താൻ പാടില്ല. ജനാസ പള്ളിന്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. പുറത്തുനിന്ന് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ വായിച്ച അൽ മദ്ഖലിൽ നിന്നാ പറയുന്നത്. നിങ്ങൾ ഉദ്ധരിക്കണം, നിങ്ങൾ പറയണം. അതുപോലെ തന്നെ മൗലിദാഘോഷമില്ലേ? നിങ്ങൾ വാദിക്കുന്ന മൗലിദാഘോഷം ഏത്? 2 പെരുന്നാളുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷം മൗലിദാഘോഷമാണെന്ന് നിങ്ങൾ പറയാറില്ലേ? നബിദിനാഘോഷമാണെന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ നബിദിനമാണെന്ന് പറയാറില്ലേ? അതും ബിദ്അത്തായ സംഗതിയാണെന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വലിയ കാര്യമായി നിവർത്തി വായിച്ച അൽ മദ്ഖലില്ലേ? അതുകൊണ്ട് ആ അൽ മദ്ഖലിന്റെ കോലമാണ് കേട്ടത്. അപ്പൊ നിങ്ങൾക്കതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ എന്താണോ ന്യായം? അതേ മാനദണ്ഡം കൊണ്ടാണ് നിങ്ങൾ വായിച്ചതും ഞങ്ങൾ തള്ളിക്കളയുന്നത്. മൂന്നാമത് നിങ്ങൾ ഉദ്ധരിച്ചത് ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ നിന്നായിരുന്നു. അതേ ആയുധം കൊണ്ട് തിരിച്ചടിച്ചു. നിങ്ങൾ മിണ്ടുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ആ നിലക്കുള്ള മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ നിന്ന്, അഥവാ അവിടുത്തെ മദ്ഹബിന്റെ പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമായ മുഗ്നിയിൽ നിന്ന് ഇബ്നു ഖുദാമ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കോലവും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അസ്വീകാര്യമായ ഹദീസാണെന്ന്
പ്രഥമമായ കേൾവിയിൽ തന്നെ ബോധ്യപ്പെടുത്തപ്പെടുന്ന നിലക്കുള്ള പ്രയോഗമാണ് അതിലുള്ളത്. അതുകൊണ്ട് ആ കാര്യവും പറയേണ്ടതില്ല. പിന്നീട് നിങ്ങൾ ഉദ്ധരിച്ച വയുർവാ എന്ന് നിങ്ങൾ വായിച്ചതല്ലാതെ അർത്ഥം നിങ്ങൾ പറയാതെ തടിയൂരിയതായിരുന്നു. പിടികൂടി, നിങ്ങളുടെ കബളിപ്പിക്കൽ എടുത്തു കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മിണ്ടിയിട്ടില്ല. മാത്രമല്ല ഖുർആൻ കൽപ്പിച്ചു റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്ന് ഖുർആൻ കൽപ്പിച്ചു എന്നതിന് നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് ആ കള്ളം സ്ഥാപിക്കാൻ രേഖയാക്കാൻ നോക്കിയവരായത്തുണ്ടായിരുന്നു. വലൗ അന്നഹും ഇസ്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാൻ തെളിവാക്കുന്ന മുസ്ലിയാരോട് ഒരു ചോദ്യവും ചോദിച്ചിരുന്നു. ആ ചോദ്യം എന്താണ്? എങ്കിലെത്ര സഹാബികൾ ഈ പണിക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ ഉദ്ധരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഒരു മറുപടിയും തന്നിട്ടില്ല. ആ ചോദ്യവും ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്കതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ സ്വഹാബാക്കളിൽ അതാ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ഈമാൻ ഉറക്കാത്ത ചില കക്ഷികൾ അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബി തങ്ങളുടെ സമീപത്തേക്ക് പോയിട്ടല്ലേ വിധി തേടേണ്ടത്? അവിടുത്തോടല്ലേ മുശാവറ നടത്തേണ്ടത്? അവിടുത്തോടല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ജീവിതകാലത്ത്? അതിനല്ലേ ഖുർആനിന്റെ കൽപ്പന. അങ്ങനെ ചെയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വിധി അന്വേഷിച്ച് പോകാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടിക്കൊണ്ട് ചില ആളുകൾ പോയപ്പോ അത് ഹബീബിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, അവിടുത്തെ മനസ്സിലുണ്ടാക്കിയ സങ്കടം എത്രയാണ്. അതുകൊണ്ട് ഈ പണി ചെയ്ത മുനാഫിക്കീങ്ങളില്ലേ, അവർക്ക് ആ തെറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടി പോവുക എന്ന അബദ്ധം അവർ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഇനി അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നിട്ട് വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. വലൗ അന്നഹും ഇസ്ലമൂ അൻഫുസഹും ജാഊക, നിന്റെ അടുക്കലേക്ക് അവർ വരട്ടെ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലിന് അവരോട് മനസ്സിൽ ഒരു വിദ്വേഷവുമില്ല, അവരോട് വെറുപ്പില്ല, അവരോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായി കൊണ്ട് അള്ളാന്റെ റസൂലും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹിനെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി കൊണ്ട് കണ്ടെത്താവുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്തേക്കാണ് ബാധകം. വലൗ അന്നഹും ഇദാ വലമു, അവർ അക്രമം പ്രവർത്തിച്ചാലെന്നല്ല, പ്രവർത്തിച്ചാരേ അഥവാ അവരിൽ നിന്നൊരു അക്രമം വന്നുപോയപ്പോൾ അഥവാ കഴിഞ്ഞുപോയ മാളിയായ ഒരു കാര്യമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ ഉടനെ ഹബീബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു പൊറുക്കൂല കേട്ടോ എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമികമായ ആശയമല്ല. മനസ്സിലാക്കണം. മുസ്ലിയാർ പറയുന്നത് എന്താണ്? അത് ഇന്നും ബാധകമാണ്. ഇന്നും തെറ്റ് ചെയ്തവരൊക്കെ മദീനത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിക്കണം, അല്ലെങ്കിൽ മദീനത്തേക്ക് പോകണം. എന്താ അള്ളാന്റെ റസൂൽ ഇപ്പോഴും റസൂലല്ലേ? എന്താ അവിടേക്ക് പോകാൻ ഇന്നും കഴിയൂലേ? അതുകൊണ്ട് ജാഊക പോയേ പറ്റൂ. അതുകൊണ്ട് ഇർതകബത്തു ചൊല്ലാത്തവൻ മുനാഫിഖാണെന്ന് എത്ര സ്റ്റേജുകളിൽ ഈ മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോകൽ അനിവാര്യമാണെന്നാണല്ലോ വന്നത്. എങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം സഹാബിമാരിലേക്കല്ലേ മുട്ടുന്നത്? എത്ര സഹാബിമാര്
അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചപ്പോ ഖബറിടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തേക്ക് ഏത് സഹാബിയാണ് പോയത്? പറയുമ്പോ നിങ്ങളുടെ തൊള്ള പോരാ. അൽഇസ്നാദു മിനദ്ദീൻ, പരമ്പര വേണം കേട്ടോ. കുറ്റമറ്റാത്ത ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത നിലക്ക്, ന്യൂനതകളില്ലാത്ത നിലക്ക് ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാര് മുസ്ലിം ലോകത്തൊന്നാകെ അംഗീകരിക്കുന്ന നിലക്കുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കണേ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഏത് സഹാബിയാണ് അബദ്ധം സംഭവിച്ചപ്പോ പുറത്തു കെട്ടാൻ ഖബറിടത്തിലേക്ക് പോയത്? ഇല്ല. അപ്പൊ സഹാബത്തിനൊന്നും തിരിഞ്ഞില്ല. അങ്ങക്കാ തിരിഞ്ഞത്? പിൽക്കാലക്കാർക്കാണോ തിരിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യണം? മദീനത്തേക്ക് വിളിക്കണം. എങ്കിൽ നിങ്ങളുടെ തൗബയുടെ ഗ്രന്ഥങ്ങൾ മാറ്റി എഴുതൂ. നിങ്ങളുടെ മദ്രസകളിൽ കുട്ടികളെ പോലും നിങ്ങൾ പഠിപ്പിക്കുന്ന തൗബയുടെ ഷർത്തുകൾ എത്രയാണ്? നിങ്ങളിപ്പോ പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? നമ്മളിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചേ പറ്റൂ, അവിടുത്തോട് റെക്കമെൻഡ് ചോദിച്ചേ പറ്റൂ. ഇതല്ലേ നിങ്ങളുടെ ആശയം? എവിടുന്ന് കിട്ടി ഈ ആശയം? ഓ പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾ ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊറുക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യണം? മദീനത്തേക്ക് പോകണമല്ലേ? എങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തൗബയുടെ ഷർത്തുകൾ എണ്ണിയെടുത്ത് അതും കൂടെ എഴുതി ചേർക്കണമെന്ന് നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോട് പറയട്ടെ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും തരക്കേടില്ല. നിങ്ങളോട് പറയുന്നു, ഇനി ഇറക്കുമ്പോ നിങ്ങൾ ഒരു നിബന്ധന കൂടി എഴുതി ചേർക്കണം. എന്താ? നമ്മുടെ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയണം. എന്തേ നിങ്ങൾ എഴുതാത്തത്? ഇത് പറയുന്നതിൽ വിശ്വാസമല്ല അല്ലേ? ഇത് വെറുതെ പറയുന്നതാണല്ലേ? അപ്പോ അതിന് നിങ്ങൾക്ക് രേഖയില്ല.